എട്ടാം ക്ലാസ് അടിസ്ഥാന പാഠാവലി ഒന്നാമത്തെ യൂണിറ്റിലെ പെരുമഴയത്ത് എന്ന അവസാനത്തെ പാഠഭാഗം മനസ്സിലാക്കാം. മലയാളത്തിലെ പ്രശസ്ത എഴുത്തുകാരി ദേവകി നിലയങ്ങോടിൻ്റെ മഴവെള്ളം എന്ന ലേഖനത്തിൽ നിന്നും എടുത്ത പെരുമഴയത്ത് എന്ന പാഠഭാഗം ഒരു മഴക്കാല അനുഭവം മാത്രമല്ല പങ്കുവയ്ക്കുന്നത്, മറിച്ച് ഒരു കാലഘട്ടത്തിൻ്റെ സാമൂഹികവും സാംസ്കാരികവുമായ ജീവിതത്തെ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ലേഖനത്തിൻ്റെ തുടക്കത്തിൽ മൂക്കുതല എന്ന ദേശത്തിൻ്റെ ഭൂപ്രകൃതിയെക്കുറിച്ചുള്ള വിവരണത്തിലൂടെ കായലുമായും കടവുകളുമായും തോണികളുമായും ബന്ധപ്പെട്ട ഒരു ജീവിതം വരച്ചു കാണിക്കുകയാണ്. കായൽ വറ്റിച്ചുള്ള കൃഷി, ചക്രം ചവിട്ടി വെള്ളം തേവുന്ന പണിക്കാർ, അവർ പാടുന്ന തേക്കുപാട്ടുകൾ, ഇതെല്ലാം ആ കാലഘട്ടത്തിലെ കാർഷിക സംസ്കാരത്തെയും കൂട്ടായ അധ്വാനത്തെയും ഓർമ്മിപ്പിക്കുന്നു. തുടർന്ന് ദേവകി നിലയങ്ങോട് പ്രകൃതിയുടെ രൗദ്രഭാവത്തെയാണ് വായനക്കാരന് മുന്നിൽ കാണിച്ചു തരുന്നത്. എഴുത്തുകാരിയുടെ 13-ാം വയസ്സിൽ തൻ്റെ നാടാകെ അനുഭവിച്ച ഒരു കർക്കടക രാത്രിയിലെ കൊടുങ്കാറ്റും പേമാരിയും ഭയത്തിൻ്റെ എല്ലാ തീവ്രതയോടും കൂടി വായനക്കാരൻ്റെ മനസ്സിലും വരച്ചിടുന്നു. അസാധാരണമായ ഒരു മുഴക്കം, മരങ്ങൾ പൊട്ടിച്ചീന്തുന്ന ശബ്ദം തുടങ്ങിയ പ്രയോഗങ്ങൾ ആ രാത്രിയുടെ ഭീകരത വായനക്കാരനിലേക്കും എത്തിക്കുന്നു. വ്യക്തിപരമായ അനുഭവത്തിൽ ഒതുങ്ങി നിൽക്കാതെ ഈ സംഭവത്തിന് ചരിത്രപരമായ ഒരു മാനം കൂടി നൽകാൻ എഴുത്തുകാരി ശ്രമിക്കുന്നു. 1942 ഈ വെള്ളപ്പൊക്കത്തെ MT വാസുദേവൻ നായരുടെ നാലുകെട്ട് എന്ന നോവലിലെ വെള്ളപ്പൊക്കവുമായി ബന്ധിപ്പിക്കുന്നത് വായനയ്ക്ക് കൂടുതൽ ആഴം നൽകുന്നുണ്ട്. വെള്ളപ്പൊക്കം വരുത്തിവെച്ച നാശനഷ്ടങ്ങൾക്കിടയിലും പുഴയിലൂടെ ഒഴുകി വന്ന മരത്തടികൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി ലാഭമുണ്ടാക്കിയ മനുഷ്യരുടെ കാര്യം പറയുമ്പോൾ ദുരന്തങ്ങളെ അതിജീവിക്കാനും അതിൽ അവസരങ്ങൾ കണ്ടെത്താനും ശ്രമിക്കുന്ന മനുഷ്യൻ്റെ കഴിവ് കൂടി അനാവരണം ചെയ്യുന്നു. തുടർന്ന് താൻ കേട്ടറിഞ്ഞ 99-ലെ വെള്ളപ്പൊക്കത്തിൻ്റെ ഓർമ്മകളും ദേവകി നിലയങ്ങോട് പങ്കുവയ്ക്കുന്നു. ഒരു കാലഘട്ടത്തിൻ്റെ സാമൂഹിക ജീവിതവും പ്രകൃതിയുമായുള്ള മനുഷ്യൻ്റെ ബന്ധവും അതിജീവനത്തിൻ്റെ പാഠങ്ങളും ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകളിലൂടെ ഇവിടെ ലേഖിക പങ്കുവയ്ക്കുന്നു.